ആകാശവാണി. നമസ്കാരം. 2026 മെയ് 15 മുതൽ 20 വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാഷ്ട്രങ്ങളിലായി നടത്തിയ സന്ദർശനത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ അഭിമാനകരമായ നയതന്ത്ര മുന്നേറ്റങ്ങൾക്ക് പുതിയ ഊർജം പകർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാഷ്ട്രങ്ങളിലായി നടത്തിയ സന്ദർശനം ആഗോള രാഷ്ട്രീയ വേദിയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ സുദൃഢമാക്കിയിരിക്കുകയാണ്. ആഗോളതലത്തിൽ സാമ്പത്തിക തളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധികളും റഷ്യ യുക്രൈൻ യുദ്ധവും സൃഷ്ടിച്ച വെല്ലുവിളികൾക്കിടയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ വിദേശ പര്യടനം. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ 5 രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക, ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക, നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടർ, ഹരിത ഊർജ്ജം തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകളിൽ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നിവയായിരുന്നു സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. പശ്ചിമേഷ്യൻ മേഖലയെയും യൂറോപ്പിനെയും ഒരേ നൂലിൽ കോർത്തുകൊണ്ടുള്ള ഇന്ത്യയുടെ ഈ നയതന്ത്ര നീക്കം ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി. മെയ് 15 സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഗൾഫ് മേഖലയിലെ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ UAE ആണ് ശ്രീ മോദി ആദ്യം സന്ദർശിച്ചത്. അബുദാബിയിലെത്തിയ പ്രധാനമന്ത്രിക്ക് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഊഷ്മള സ്വീകരണം നൽകി. തുടർന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ ഊർജ്ജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ ഭാഗമായി UAEക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി അപലപിച്ചു. ഇന്ത്യയുടെ പിന്തുണ ഉറപ്പു നൽകിയ അദ്ദേഹം ചർച്ചകളും നയതന്ത്രവുമാണ് സമാധാനത്തിനുള്ള ഏക മാർഗമെന്നും വ്യക്തമാക്കി. पश्चिम एशिया क्षेत्र में युद्ध की परिस्थिति का प्रभाव आज पूरे विश्व पर दिखाई दे रहा है. भारत ने हमेशा समस्याओं के समाधान के लिए डायलॉग और डिप्लोमेसी को प्राथमिकता दी है. हॉर्मुज़ को फ्री, ओपन और सेफ बनाए रखना ये हमारी सबसे बड़ी प्राथमिकता है. പശ്ചിമേഷ്യയിലെ നിലവിലെ അസ്ഥിരതകൾക്കിടയിലും പ്രതിരോധ പങ്കാളിത്ത രൂപരേഖ സംബന്ധിച്ച കരാറിന് ഇന്ത്യയും UAEയും ധാരണയായി. പെട്രോളിയം കരുതൽ ശേഖരം, LPG എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണാപത്രവും നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒപ്പുവച്ചു. ഇന്ത്യയിൽ $5 ബില്യൺ നിക്ഷേപത്തിന് UAE സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. കൂടാതെ UAEയിലുള്ള 45 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ പ്രവാസികളുടെ ക്ഷേമത്തെക്കുറിച്ചും ചർച്ചകൾ നടന്നു. മെയ് 15 മുതൽ 17 വരെയുള്ള 2ാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി യൂറോപ്പിലെ പ്രമുഖ സാമ്പത്തിക ശക്തിയായ നെതർലൻഡ്സ് സന്ദർശിച്ചു. ആംസ്റ്റർഡാം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ പ്രധാനമന്ത്രിക്ക് രാജകീയ സ്വീകരണമാണ് ലഭിച്ചത്. ഡച്ച് വിദേശകാര്യമന്ത്രി ടോം ബെറൻസൺ പ്രധാനമന്ത്രിയെ നേരിട്ടെത്തി സ്വീകരിച്ചു. തുടർന്ന് നെതർലൻഡ്സിന്റെ ഭരണസിരാ കേന്ദ്രമായ ഹേഗ് നഗരം സന്ദർശിച്ച ശ്രീ മോദി ആംസ്റ്റർഡാമിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്തു. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയും നെതർലൻഡ്സും വിശ്വസ്ത പങ്കാളികളായി ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. ഊർജ്ജ പ്രതിസന്ധി, സംഘർഷം തുടങ്ങി നിരവധി അപ്രതീക്ഷിത വെല്ലുവിളികളാണ് ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നും ഇത്തരം വെല്ലുവിളികൾ പരിഹരിച്ചില്ലെങ്കിൽ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുക മാത്രമല്ല, വലിയ ഒരു ജനവിഭാഗത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി. 21ാം നൂറ്റാണ്ടിൽ സാങ്കേതിക വിദ്യയും മാനവിക മൂല്യങ്ങളും ഒരുപോലെ മുന്നോട്ട് നയിക്കുന്ന അവസരങ്ങളുടെ നാടായാണ് ഇന്ത്യ വളരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 21वीं सदी का भारत अवसरों की भूमि है. भारत टेक्नोलॉजी ड्रिवन भी है और ह्यूमैनिटी ड्रिवन भी है. भारत जितना एंशिएंट है उतना ही मॉडर्न बन रहा है और विकसित भारत की जर्नी में भागीदारी का भी है. मैं नीदरलैंड्स में भारतीय समुदाय के सभी साथियों से कहूंगा, आप भारत में ज्यादा से ज्यादा सहयोग बढ़ाएं. इससे भारत का सामर्थ्य भी बढ़ेगा और आपके इन्वेस्टमेंट पर रिटर्न भी ज्यादा मिलेगा. തുടർന്ന് ഹേഗിൽ വില്യം അലക്സാണ്ടർ രാജാവുമായും മാക്സിമ രാജ്ഞിയുമായും നെതർലൻഡ്സ് പ്രധാനമന്ത്രി റോബ് എറ്റനുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യയുമായി
ചിപ്പ് നിർമ്മാണ സാങ്കേതിക വിദ്യയിലും കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധത്തിലും കൈകോർക്കാൻ നെതർലൻഡ്സ് സന്നദ്ധരാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം റോബ് എറ്റൻ അറിയിച്ചു. പരിസ്ഥിതി സൌഹൃദമായ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപാദനത്തിലും പ്രളയ നിയന്ത്രണവും ശുദ്ധജല സംരക്ഷണവും ഉൾപ്പെടുന്ന തന്ത്രപരമായ ജലപങ്കാളിത്തത്തിലും ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടിക്കാഴ്ചയിൽ ധാരണയായി. പ്രതിരോധം, നിർണായക ധാതുക്കൾ തുടങ്ങിയവ സംബന്ധിച്ച 17 കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. യാത്രയുടെ മൂന്നാം ഘട്ടത്തിൽ മെയ് 17-18 തീയതികളിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക സന്ദർശനം സ്വീഡനിലേക്കായിരുന്നു. ഇന്ത്യയോടുള്ള ആദരസൂചകമായി സ്വീഡിഷ് വ്യോമസേനയുടെ ഗ്രിപ്പൻ യുദ്ധവിമാനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വിമാനത്തിന് അകമ്പടി സേവിച്ചത് ശ്രദ്ധേയമായ നയതന്ത്ര കാഴ്ചയായിരുന്നു. സ്വീഡനിലെത്തിയ പ്രധാനമന്ത്രി ഗോഥൻബർഗിൽ സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും സ്വീഡനും തമ്മിലെ ഉഭയകക്ഷി ബന്ധത്തെ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തുന്നത് സംബന്ധിച്ചും വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ ഉൾപ്പെടെയുള്ളവയിൽ സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ചും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. തുടർന്ന് സ്വീഡിഷ് സിഇഒമാരുമായും ശ്രീ മോദി ആശയവിനിമയം നടത്തി. മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് വിത്ത് സ്വീഡൻ സംരംഭങ്ങളിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ പ്രധാനമന്ത്രി വ്യവസായികളെ ക്ഷണിച്ചു. ഇന്ത്യ സ്വീഡൻ ഉഭയകക്ഷി ബന്ധം, പരസ്പര സഹകരണം എന്നിവ മുൻനിർത്തി സ്വീഡന്റെ പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ ഡിഗ്രി കമാൻഡർ ഗ്രാൻഡ് ക്രോസ് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീഡിഷ് പ്രധാനമന്ത്രി ആദരിച്ചു. പര്യടനത്തിന്റെ 4ാം ഘട്ടത്തിൽ മെയ് 18-ന് നോർവേ തലസ്ഥാനമായ ഓസ്ലോയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനമിറങ്ങിയത്. നീണ്ട 43 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിച്ചത്. ഓസ്ലോയിൽ നോർവേ പ്രധാനമന്ത്രി യോനസ് ഗഹർ സ്റ്റോറുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ഇന്ത്യ നോർവേ ഉഭയകക്ഷി വ്യാപാരത്തിലും നിക്ഷേപത്തിലും അഭൂതപൂർവമായ വളർച്ചയാണ് ഉണ്ടായതെന്ന് പ്രധാനമന്ത്രി ഓസ്ലോയിൽ നടന്ന ഇന്ത്യ നോർവേ ബിസിനസ് ഉച്ചകോടിയിൽ പറഞ്ഞു. നീലസമ്പദ് വ്യവസ്ഥ, കപ്പൽ നിർമ്മാണം, ഹരിത പരിവർത്തനം, പുനരുപയോഗ ഊർജ്ജം, നിർണായക ധാതുക്കൾ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തണമെന്ന് പ്രധാനമന്ത്രി നോർവീജിയൻ വ്യവസായങ്ങളോട് ആഹ്വാനം ചെയ്തു. आज प्रधानमंत्री जी और मैंने भारत नॉर्वे संबंधों को एक ग्रीन स्ट्रेटेजिक पार्टनरशिप के रूप में एलिवेट किया है. इस स्ट्रेटेजिक पार्टनरशिप से नॉर्वे की कंपनीज को क्रिटिकल मिनरल्स, एआई, साइबर, स्पेस और डिफेंस जैसे क्षेत्रों में भी पूरा समर्थन मिलेगा. इन सभी क्षेत्रों में मैं आपको भारत को एक इनोवेशन और मैन्युफैक्चरिंग बेस बनाने के लिए इनवाइट करता हूं. നോർഡിക് രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള ഹരിത ഊർജ്ജ മേഖലയിലെ സഹകരണത്തിന് ഇതൊരു പുതിയ തുടക്കമാണെന്ന് നോർവീജിയൻ പ്രധാനമന്ത്രി യോനസ് ഗഹർ സ്റ്റോർ വ്യക്തമാക്കി. നോർവേ സന്ദർശനത്തിനിടെ കിങ് ഹരാൾ 5-നുമായും സോഞ്ച രാജ്ഞിയുമായും ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റും ശ്രീ മോദി ഏറ്റുവാങ്ങി. ഓസ്ലോയിൽ നടന്ന 3ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിലും ശ്രീ നരേന്ദ്രമോദി പങ്കെടുത്തു. സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജ്ജം, പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുക ലക്ഷ്യമിട്ടായിരുന്നു ഉച്ചകോടി. ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കുമിടയിലെ വർദ്ധിച്ചുവരുന്ന സഹകരണത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ചർച്ചകളാണ് ഉച്ചകോടിയിൽ നടന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഫിൻലൻഡ്, ഡെൻമാർക്ക്, ഐസ്ലൻഡ് പ്രധാനമന്ത്രിമാരുമായും ശ്രീ മോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ജനാധിപത്യം, നിയമവാഴ്ച, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്നും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 4 ഇരട്ടിയായി വർദ്ധിച്ചതായും വിദേശകാര്യ സെക്രട്ടറി സിബി ജോർജ് പറഞ്ഞു. India's relationship today with the Nordic countries has been seeing an upward trajectory. Over 700 Nordic companies operate in India and around 150 Indian companies have a presence in the Nordic region. The third India-Nordic summit held today has imparted a strategic dimension to the India-Nordic relationship. The Prime Ministers underlined that they are meeting at a time of global geopolitical flux and rapid economic and technological transformation and agreed on the need to deepen our partnership for mutual benefit and also to cooperate in addressing global challenges.
പര്യടനത്തിന്റെ അവസാന പാദത്തിൽ മെയ് 19 ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഇറ്റാലിയൻ സർക്കാർ ഊഷ്മളമായ സ്വീകരണമാണ് ഒരുക്കിയത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി അദ്ദേഹം പ്രതിനിധിതല ചർച്ച നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി ശ്രീ മോദി പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യ ഇറ്റലി പ്രതിരോധ വ്യാവസായിക രൂപരേഖ സൈനിക സാമഗ്രികളുടെ സംയുക്ത വികസനത്തിനും ഉൽപാദനത്തിനും വഴിയൊരുക്കിയതായും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. हमारी सेनाओं के साथ साथ दोनों देशों के रक्षा उद्योगों के बीच भी सहयोग बढ़ रहा है. हमारे डिफेंस इंडस्ट्रियल रोडमैप से को डेवलपमेंट और को प्रोडक्शन का मार्ग प्रशस्त हुआ है. मैरीटाइम पावर्स के रूप में भारत और इटली के बीच कनेक्टिविटी के क्षेत्र में करीबी सहयोग स्वाभाविक है. हम मिलकर शिपिंग, पोर्ट्स मॉडर्नाइजेशन, लॉजिस्टिक्स और ब्लू इकोनॉमी पर काम करेंगे. ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുക, വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ പങ്കാളിത്തം വിപുലീകരിക്കുക ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ബഹുമാനത്തിലും പരസ്പര വിശ്വാസത്തിലും അധിഷ്ഠിതമാണെന്ന് ജോർജിയ മെലോണി പറഞ്ഞു. വിവിധ തന്ത്രപ്രധാന മേഖലകളിൽ ഇരു രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കുമെന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. പ്രസിഡന്റ് സെർജോ മാറ്ററല്ലയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിർണായക ധാതുക്കൾ, പ്രതിരോധം, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ഇറ്റലിയുമായി 15 കരാറുകളിലും ഒപ്പുവച്ചു. ഭീകരവാദ ധനസഹായത്തിനെതിരായ ഇന്ത്യ ഇറ്റലി സംയുക്ത സംരംഭം ലോകത്തിനാകെ മാതൃകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. भारत और इटली एकमत है कि आतंकवाद मानवता के लिए गंभीर चुनौती है. टेरर फाइनेंसिंग के खिलाफ हमारी साझा पहल ने पूरे विश्व के सामने एक महत्वपूर्ण उदाहरण प्रस्तुत किया है. भारत और इटली ने यह स्पष्ट संदेश दिया है कि रिस्पॉन्सिबल डेमोक्रेसीज केवल आतंकवाद की निंदा नहीं करती, बल्कि उसके फाइनेंशियल नेटवर्क को तोड़ने के लिए भी ठोस कदम भी उठाती है. भारत का मत स्पष्ट है कि सभी समस्याओं का समाधान डायलॉग और डिप्लोमेसी के माध्यम से होना चाहिए. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2027 സാംസ്കാരിക രംഗത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും വർഷമായി ആഘോഷിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പ്രഖ്യാപിച്ചു. ഈ 5 രാഷ്ട്രങ്ങളിലേക്കുമുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പര്യടനം ലോകവേദിയിൽ ഇന്ത്യയുടെ ശബ്ദത്തിന് കൈവന്ന വലിയ അംഗീകാരത്തിന്റെ സാക്ഷ്യപത്രമായി മാറി. ഇന്ത്യ ഇന്ന് ലോകത്തിന് ഒരു കേവല വിപണി മാത്രമല്ല, മറിച്ച് പ്രതിസന്ധികളിൽ ഉറച്ചു വിശ്വസിക്കാവുന്ന വിശ്വബന്ധു ആണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുന്നു. UAEയിലെ ഊർജ്ജ സുരക്ഷാ കരാറുകൾ മുതൽ വടക്കൻ യൂറോപ്പിലെയും ഇറ്റലിയിലെയും അത്യാധുനിക സാങ്കേതിക പ്രതിരോധ പങ്കാളിത്തങ്ങൾ വരെ നീളുന്ന നേട്ടങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ കൂടുതൽ ഭദ്രമാക്കും. വൻ ശക്തികൾക്കിടയിൽ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ സന്തുലിതമായ നയതന്ത്രം കാഴ്ചവെക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ സന്ദർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാഷ്ട്രങ്ങളിലേക്ക് നടത്തിയ സന്ദർശനത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ. അവതരണം ബിന്ദു വിനോദ്.